നമസ്കാരം. നമ്മൾ 2025 ആണ്ട് പിന്നിട്ട് ഇപ്പോൾ 2026 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2050 ആകുമ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ലോകത്ത് മാറ്റങ്ങളുണ്ടാവുക എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ്. ഈ ആണ്ടിൻ്റെ തുടക്കത്തിൽ 2000 ആണ്ട് തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ വീഡിയോ കോൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ പോലും നമുക്ക് അജ്ഞാതമായ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇന്ന് അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളായി അവ മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 2050 ആകുമ്പോൾ, അതായത് ഇനിയൊരു 24 വർഷം കൂടി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അന്നത്തെ ലോകം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്നാൽ അങ്ങനെ ചിന്തിച്ച, അങ്ങനെ ചില നിരീക്ഷണങ്ങളും ഗവേഷണമൊക്കെ നടത്തുന്ന ചില പ്രഗത്ഭരായ വ്യക്തികൾ 2050 എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ ചില അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രവചനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാമെങ്കിൽ പോലും അവർ ശരിക്കും പറയുന്നത് അത് സംഭവിക്കും എന്ന് തന്നെയാണ് അവർ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത്. ടോം ചീസ് റൈറ്റ് എന്ന ഫ്യൂച്ചറോളജിസ്റ്റാണ് ഇത് സംബന്ധിച്ച പല പ്രവചനങ്ങളും നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2050 ആകുമ്പോഴേക്കും നമ്മുടെ സങ്കല്പത്തിന് അതീതമായ കാര്യങ്ങളായിരിക്കും അന്ന് സംഭവിക്കുക എന്നാണ്. ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് ഒരു എലിവേറ്റർ സംവിധാനം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെയൊക്കെ ഇന്ന് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ മറ്റൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ മാളുകളിൽ പോകുമ്പോൾ എലിവേറ്ററുകളിൽ സഞ്ചരിക്കുന്നത് പോലെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു എലിവേറ്റർ സംവിധാനം അന്ന് നിലവിൽ വരും എന്നാണ്. എന്നാൽ ഈ എലിവേറ്ററിൽ കയറി ബഹിരാകാശത്തെത്താൻ പെട്ടെന്ന് സാധിക്കില്ല. ഒരു 1-2 ആഴ്ച സമയമെടുത്താണെങ്കിലും നമുക്കവിടെ എത്താൻ കഴിയുമെന്നും ഇത്തരം എലിവേറ്ററുകളിൽ വലിയ തോതിലുള്ള എല്ലാ ആഡംബര സംവിധാനങ്ങളും, അതായത് ആഴ്ചകളോളം താമസിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും കാണുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നമുക്ക് എലിവേറ്ററിൽ കയറി, റോക്കറ്റിന് പോലെ എലിവേറ്ററിൽ കയറി വളരെ സ്വസ്ഥമായി യാത്രയൊക്കെ ചെയ്ത് ബഹിരാകാശത്തെത്തി അവിടെ കുറച്ച് നാൾ ജീവിച്ചിട്ട് വേണമെങ്കിൽ ഭൂമിയിലേക്ക് തിരിച്ച് വരാം എന്നാണ് അദ്ദേഹം പ്രവചിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഏത് അവയവവും മാറ്റിവെക്കാൻ പറ്റുന്ന, ഇപ്പോൾ നമുക്ക് അവയവങ്ങൾ മാറ്റിവെക്കെങ്കിൽ പോലും അത്രയും വേഗത്തിൽ വേണമെങ്കിൽ കുറച്ച് മോഡിഫൈ ചെയ്ത അവയവങ്ങളൊക്കെ തന്നെ നമുക്ക് അന്ന് ഘടിപ്പിക്കാൻ കഴിയുമെന്നും ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള ഒരു കുതിച്ചാട്ടം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ പല രോഗങ്ങൾക്കും, ക്യാൻസർ ഉൾപ്പെടെയുള്ള പലതിനും കൃത്യമായ ചികിത്സ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ ഒരു 25 വർഷം കൂടി കഴിയുമ്പോൾ ഇതിനെല്ലാം ഫലപ്രദമായ രീതിയിൽ ചികിത്സ ഉണ്ടാകുമായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്ന് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള ഒരു കുതിച്ചാട്ടത്തിൻ്റെ ഫലമായി ആളുകളുടെ ആരോഗ്യമൊക്കെ തന്നെ കൂടുതൽ സംരക്ഷിക്കപ്പെടും. മാത്രവുമല്ല, അന്ന് ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കാം എന്നാണ് അവർ പറയുന്നത്. കാരണം ആരോഗ്യപരമായ രീതിയിലേക്ക് നമ്മുടെ ഭക്ഷണ രീതി തന്നെ മാറും എന്നാണ് ഇദ്ദേഹവും സഹപ്രവർത്തകരും പറയുന്നത്. ലാബുകളിൽ വളർത്തിയെടുത്ത ജീവികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഭക്ഷണമൊക്കെ ആയിരിക്കും നമ്മൾ പ്രധാനമായും ഒന്ന് കഴിക്കുക എന്നാണ്. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി വളർത്തിയെടുത്ത, ഇന്നത്തെ പോലെ നമ്മൾ പലപ്പോഴും മാംസം അല്ലെങ്കിൽ മത്സ്യമൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഒരുപാട് വിഷാംശങ്ങളും രാസവസ്തുക്കളൊക്കെ ചേരുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഒന്നുമില്ല. അത് ലാബുകളിൽ വളർത്തിയെടുത്ത മാംസവും, അതുപോലെ പ്രാണികളെ കഴിക്കാൻ പറ്റുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് നല്ല പ്രാണികളെ കഴിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമെന്നും അതൊക്കെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറുമെന്നുമാണ് ഇവർ പ്രവചിക്കുന്നത്. മാത്രമല്ല, 2050 ആകുമ്പോഴേക്കും റോബോട്ട് റൂംമേറ്റ്സ് എന്നൊരു സങ്കല്പം ഇപ്പോഴുണ്ട്. അതായത് നമ്മുടെ എല്ലാ കാര്യത്തിനും സഹായിക്കാൻ വേണ്ടി ഒരു റോബോട്ടിനെ അവിടെ നിയോഗിക്കുക എന്നുള്ളത്. ഈ റോബോട്ട് നമുക്ക് തുണി കഴുകി തരും, തുണികൾ മടക്കി വയ്ക്കും, നമ്മുടെ വീട്ടു ജോലികൾ ചെയ്യും, മുറി അടിച്ചു വാരുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയുള്ള ഈ റൂംമേറ്റ് റോബോട്ടുകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധന ഉണ്ടാകുമെന്നും അത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൻ്റെയൊക്കെ തന്നെ ഭാഗമായി അത് മാറുമെന്നുമാണ് അവർ പറയുന്നത്. കാരണം ഒരു കാലത്ത് വാഷിംഗ് മെഷീനുകൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഈ റൂംമേറ്റ്സ് റോബോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയെക്കുറിച്ച് ഈ ഗവേഷകർ മുൻകൂട്ടി പറയുന്നത്. ഇപ്പോൾ തന്നെ റോബോട്ടുകളെ കൊണ്ട് ഒരുപാട് ജോലി നമ്മൾ ചെയ്യിക്കുന്നുണ്ടെങ്കിലും ഈ റൂംമേറ്റുകളെ പോലെ നമ്മുടെ ഒപ്പം താമസിപ്പിച്ച് സകല വീട്ടു ജോലികളും ചെയ്യാൻ സംവിധാനമുള്ള റോബോട്ടുകൾ 2050 ആകുമ്പോഴേക്കും എല്ലാ വീടുകളിലും സജീവമാകും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെയാണ് സ്മാർട്ട് ഗ്ലാസുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമായി മാറും എന്നാണ് അവർ പറയുന്നത്. അന്ന് ഉപയോഗിക്കുന്ന ടെലിവിഷനുകളൊക്കെ തന്നെ നമ്മൾ വളരെ കട്ടി കുറഞ്ഞ, അതായത് നമ്മുടെ ചെവരിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു ഭാഗമായി തോന്നുന്ന തരത്തിലുള്ള ടെലിവിഷനൊക്കെ ആയിരിക്കും അന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ സ്മാർട്ട് ഫോണുകളൊക്കെ തന്നെ ഔട്ട്ഡേറ്റഡ് ആവും. അന്ന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ഈ ഫോൺ സംവിധാനങ്ങളൊക്കെ തന്നെ നിലവിൽ വരും എന്നുമാണ് ഇവർ പ്രവചിക്കുന്നത്. ഏതായാലും ഇനി 24 വർഷം നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്കറിയാം, വളരെ പെട്ടെന്ന് ആണ് ഇപ്പോൾ ഓരോ മേഖലകളിലും പുതിയ പുതിയ ഗവേഷണങ്ങൾ നടക്കുകയും അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ തന്നെ ആകെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2050 ആകുമ്പോഴേക്കും ലോകം സത്യത്തിൽ കീഴ്മേൽ മറിയുമോ എന്നാണ് നമ്മളിപ്പോൾ സ്വാഭാവികമായും സംശയിക്കേണ്ടത്. ഇന്ന് ഭൂമിയിലുള്ള എത്ര പേർ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല എങ്കിൽ പോലും അന്നത്തെ തലമുറ ജീവിതം കുറച്ചുകൂടി സുഖകരമായ രീതിയിലായിരിക്കും നയിക്കുക എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആവശ്യത്തിന് കാശ് കൂടി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമാവുകയില്ല എന്നുള്ള കാര്യവും നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്.